ഹായ് എവ്രി വൺ, മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു റെസിപ്പി തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊരു പുതിയ റെസിപ്പിയൊന്നല്ല, ഒരുപാട് പേര് സ്ഥിരമായിട്ട് വെക്കുന്നതാണ്. നമ്മളിന്നൊരു ഫിഷ് ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഏത് രീതിയിലാണ് വെച്ചത് എന്ന് നോക്കാനാണ്. പക്ഷേ ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനും ഒരുപാട് വീഡിയോസൊക്കെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് പറ്റാവുന്ന റെസിപ്പി, ഇഷ്ടം തോന്നും അല്ലെങ്കിൽ ഇഷ്ടപ്പെടും എന്ന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ തോന്നുന്ന ഒരു റെസിപ്പി എടുത്തിട്ടാണ് നമ്മൾ പരീക്ഷിക്കാറ്. അല്ലാതെ കാണുന്ന എല്ലാ റെസിപ്പീസൊന്നും ചെയ്തു നോക്കാൻ ശ്രമിക്കാറില്ല കേട്ടോ. എന്നും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടി തന്നെയാണ് ഇങ്ങനെ ഡിഷസ് ഓരോന്ന് ട്രൈ ചെയ്യുന്നതും. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോയ്ക്കും കൂടി വേണ്ടിയിട്ടാണ്, അങ്ങനെയും പറയാം. അപ്പോൾ ഇന്ന് ഫിഷ് ബിരിയാണിയാണ് കേട്ടോ ചെയ്യുന്നത്. നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം നമ്മൾ വറക്കുന്നതിന് വേണ്ടിയിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങ നീര്, ഇത്രയൊക്കെ എടുത്തിട്ട് നന്നായി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് നന്നായി ചാലിച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് പീസ് കട്ട് ചെയ്തിട്ടുള്ള കഷ്ണങ്ങളെല്ലാം തന്നെ നന്നായി തേച്ച് പിടിപ്പിച്ച മസാലയൊക്കെ അതിലേക്ക് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് ചെയ്യാറ്. കുറച്ച് അധിക സമയം തന്നെ വെക്കും. ചിലപ്പോൾ തലേ ദിവസമൊക്കെ ഫിഷ് കിട്ടുവാണെങ്കിൽ, നൈറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ പോലെ മസാല പുരട്ടിയിട്ട് വെച്ചാൽ കൂടുതൽ നന്നായിരിക്കും. ഇത് ഫിഷ് ബിരിയാണിക്ക് എന്ന് തന്നെയല്ല, മീൻ വറക്കാൻ വേണ്ടിയിട്ടായാലും ഇങ്ങനെ മസാല പരട്ടി വെച്ചിട്ടുള്ള ഫിഷുകൾക്ക് പ്രത്യേകിച്ച് ഒരു നല്ല ടേസ്റ്റ് വരും കേട്ടോ. ചിക്കൻ ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഡയറക്റ്റ് അപ്പോൾ തന്നെ പരട്ടി വെച്ചിട്ട് എടുത്ത് വറക്കുന്നതിനെക്കാട്ടിലും എത്ര സമയം ഇരിക്കുന്നു അത്രയും നന്നായിരിക്കും. എല്ലാം തന്നെ എടുത്ത് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടില്ല, ഫ്രിഡ്ജിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം വറുത്തെടുക്കുകയാണ് ചെയ്തത്. ആദ്യം ആവശ്യത്തിന് എണ്ണയൊക്കെ എടുത്തിട്ട് മസാല ഏത് പാനിലോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് തന്നെ ഫിഷ് ഇട്ടിട്ട് വറുത്തെടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ മസാലയോ എണ്ണയൊന്നും മാറ്റാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് തന്നെ മസാല തയ്യാറാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് മസാല തയ്യാറാക്കി എടുക്കാം. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഫിഷൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടിനി അതിലേക്ക് സവോളയും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു മസാല തയ്യാറാക്കി എടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അരി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബസ്മതി റൈസ് വേവിച്ചെടുക്കുന്നുണ്ട്. ജീരക ചമ്പ റൈസാണ് കേട്ടോ എടുക്കുന്നത്. അത് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പെരിഞ്ജീരകം ഇത്രയും ഇട്ടിട്ട് ഉപ്പും നാരങ്ങ നീരും അതുപോലെ നെയ്യും ഒഴിച്ചിട്ട് തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ടിട്ട് ഊറ്റി മാറ്റി വെക്കുകയാണ് ചെയ്യുക. ഇനി നമ്മൾ മസാലയിലേക്ക് മീനെല്ലാം മാറ്റി എടുത്തിട്ടുള്ള ആ എണ്ണയിലേക്ക് തന്നെ സവോള നന്നായി ഒന്ന് നീളനെ അരിഞ്ഞെടുത്തിട്ടുള്ളതും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ഇടാം, പച്ചമുളകും ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതൊരുവിധം ഒന്ന് മൂത്തൊക്കെ വരുമ്പോഴത്തേക്കും തക്കാളിയും കൂടി ഇടുക. തക്കാളി ഒന്ന് ചെറുതായി നന്നായി ഉടയേണ്ട അതിന് മുൻപായിട്ട് തന്നെ മസാലകളൊക്കെ ഇടുകയാണ്. ഇനി ഈ സമയത്ത് മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കണില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ചേർത്ത്, അതിൻ്റെ കൂടെ മല്ലിപ്പൊടിയും മസാല പൊടി, അതായത് ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ഇടാം, അതല്ലെങ്കിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല പൗഡർ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തൈരിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുന്നത് വരെയും മസാല അതുപോലെ നന്നായി ഒന്ന് കുഴഞ്ഞു വരുന്നത് വരെ, ഒരു പേസ്റ്റ് പരുവത്തിലായി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി മല്ലിയില വേണം. പുതിനയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മല്ലിയില മാത്രമാണ് ഇട്ട് കൊടുത്തത്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. പച്ചവെള്ളമല്ല, ചൂടുവെള്ളം, തിളച്ച വെള്ളം വേണമെന്നില്ല, ജസ്റ്റ് വാം വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുൻപായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ പീസസ് ഉണ്ടല്ലോ, ഫിഷിൻ്റെ കഷ്ണങ്ങളും കൂടി അതിലേക്കിട്ട് ഈ മസാല ഓരോ ഫിഷിൻ്റെ മുകളിലേക്കും കുറച്ചൊന്ന് വാരിയിടുക, ഒന്ന് കോരി ഇടുക. അതായത് ഈ മസാലയും കൂടി അതിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇട്ടിട്ടാണ് ഇനി അടച്ചു വെക്കേണ്ടത്. ഇനി അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് നന്നായി തിക്കായി ഫിഷ് കുറച്ചുകൊണ്ടൊന്ന് സോഫ്റ്റായി
അതിലേക്കും കൂടെ മസാല പിടിച്ച് വരും. ഇനി ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് തന്നെ ദമ്മിടാം. ഞാൻ ഈ പാനിൽ തന്നെയാണ് ദമ്മിട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഏത് റൈസാണോ ബിരിയാണി റൈസ് എടുക്കുന്നത് ആ റൈസ് വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡിൽ. ഞാനിതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പകുതി മസാലയോളം ഒന്ന് ലെയർ ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പകുതി മസാല ഞാനൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് മല്ലിയില അതുപോലെ സവോള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്ത് വെച്ചിട്ടുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ അരി വേവിച്ചത് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 2 ലെയർ ഇടാനായിട്ടാണ് ഉണ്ടായിരുന്നത്. വീണ്ടും മസാലയും മല്ലിയിലയും ഒരല്പം നെയ്യും സവോള വറുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നു. ലിഡ് വെച്ച് നന്നായി അടച്ചു വെക്കുന്നു. എന്നിട്ട് ഞാൻ ദോശക്കല്ലിലേക്ക് ദമ്മ് മാറ്റി വെക്കും. ഈ ലിഡിൻ്റെ മുകളിലെ എന്തെങ്കിലും നല്ല വെയിറ്റിന് വേണ്ടിയും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ നന്നായി ദമ്മായിട്ട് വരും. അപ്പോൾ ഫിഷ് ബിരിയാണി ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ.